നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും NV TV സ്വാഗതം. ഇന്ന് ലോകം പുതിയൊരു യുദ്ധഭീതിയിൽ നിൽക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും കരുതും പണ്ട് കാലം തൊട്ടേ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയം തൊട്ട് ശത്രുക്കളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന്, അതായത് സൗഹൃദമേ അറിയാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് പലരും കരുതും. എന്നാൽ അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ സൗഹൃദത്തിൽ നിന്നിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇറാനും ഇസ്രായേലും. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 1960 കാലഘട്ടങ്ങളിൽ അന്ന് ഇറാഖുമായിട്ടുള്ള പ്രശ്നത്തിന് ഇറാൻ ഇസ്രായേലുമായിട്ട് കൂട്ടുചേർന്നു. അന്ന് അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇറാൻ ഇസ്രായേലുമായി കൂട്ടുചേർന്നത്. ഇറാൻ്റെ രഹസ്യ പോലീസായ സവാക്കും ഇസ്രായേലിൻ്റെ മൊസാദും അന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. പിന്നീട് ഈ സഖ്യത്തിലേക്ക് തുർക്കി വന്ന് ചേരുകയുമായിരുന്നു. അമേരിക്കയുടെ പ്രീതി പിടിച്ചുപറ്റുകയായിരുന്നു ഇറാൻ്റെ മെയിൻ ലക്ഷ്യം. എന്തിനേറെ പറയണം, ഇറാനിലെ ഇസ്രായേലിൻ്റെ എംബസി പോലും പ്രവർത്തിച്ചു പോന്നിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഷാ ബുദ്ധിപൂർവം ആണ് പിന്നീട് അങ്ങോട്ട് നീങ്ങിയത്. 1967 യുദ്ധം, ഇസ്രായേൽ യുദ്ധം, 6 ദിവസം നീണ്ടു വലിയ യുദ്ധം. ആ യുദ്ധ സമയത്ത് അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരായി. ആ സമയത്ത് നമ്മുടെ ഇറാൻ ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്തിനേറെ പറയണം, ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള അവർ പെട്ടെന്ന് തന്നെ അവരുടെ ബന്ധം വേർപെടുത്തിയിട്ട് പാലസ്തീൻ അധിനിവേശ എന്ന രീതിയിൽ ഇസ്രായേലിനെ പറഞ്ഞു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് മാറ്റിയിട്ട് അധിനിവേശ പാലസ്തീൻ എന്ന പേര് അവരാക്കി. ഒരു യുദ്ധത്തോടു കൂടി, അതായത് 6 ദിവസത്തെ അറബ് രാജ്യങ്ങളായിട്ടുള്ള യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഇറാൻ ബന്ധം ഇത്രയേറെ വെട്ടിമുറിക്കുന്നത്. അതിനുശേഷം ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഉപേക്ഷിക്കുകയും വാണിജ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും എല്ലാം റദ്ദാക്കി. അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളും ശത്രുക്കളായി. അങ്ങനെയാണ് ഇവരുടെ ബന്ധം രണ്ടാവുന്നത്. 6 ദിവസത്തെ അറബ് യുദ്ധം.